അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഭൂമിയെ തഴുകാൻ പ്രേരിപ്പിച്ച, കളിയും ചിരിയും നിറഞ്ഞാടിയിരുന്ന, കാപട്യങ്ങൾ ഏതുമില്ലാത്ത ആ ബാല്യകാലം. 1000 ഓർമ്മകൾ സമ്മാനിച്ച തെങ്ങിൻ തോപ്പുകളുടെയും പൊടിമണലിൻ്റെയും ഓലമടലുകളുടെയും ഉരുളൻ ചക്രങ്ങളുടെയും പിന്നാലെ പോയിരുന്ന ആ കാലം. ഒടുവിൽ പുഴയുടെ അടിത്തട്ടിൽ ചെന്നെത്തുമെന്നറിഞ്ഞിട്ടും ഒഴുകിയകന്ന അനേകം കടലാസ് തോണികളുടെയും ആ കാലം. മൈതാനത്ത് ചരിത്രങ്ങൾ സൃഷ്ടിച്ച മടൽ ബാറ്റുകളുടെയും റബ്ബർ പന്തുകളുടെയും ഉശിരാർന്ന ആ കുട്ടിക്കാലം. ശരീരം എത്ര തണുത്തുറഞ്ഞാലും മനസ്സിനെ കരതൊടാൻ സമ്മതിക്കാതെ പിടിച്ചിട്ട പുഴയുടെ കാന്തവലയത്തിൽ വീണുപോയിരുന്ന ആ കാലം. പരസ്യചിത്രങ്ങളുടെ പിൻബലമില്ലാതെ തന്നെ അരങ്ങുവാണിരുന്ന നാരങ്ങ മിഠായികളുടെ കാലം. ഇന്നത്തെ പാചക വിദഗ്ധർ മുതൽ അടുക്കള കാണാത്തവർ വരെ ആദ്യമായി ഉണ്ടാക്കിയ ചൂട് മണ്ണപ്പങ്ങളുടെയും ആ കാലം. പ്രകൃതിയുടെ കഷ്ണങ്ങൾ ശേഖരണപ്പെട്ടിയുടെ തടങ്കലിലാക്കിയ മുത്തശ്ശി കഥകളുടെ കൗതുകമാർന്ന ആ കാലം. ലക്ഷ്യം തെറ്റാതെ എറിഞ്ഞു വീഴ്ത്താൻ പഠിപ്പിച്ച പച്ചമാങ്ങകളുടെ അപ്രത്യേക സുഗന്ധവും ഉപ്പും മുളകിനുമൊപ്പം നാവിൽ ചേരുമ്പോൾ കണ്ട മായാലോകങ്ങളും വീണ്ടും അറിയണം. കിരീടവും ചെങ്കോലുമായി രൂപം മാറിയ പ്ലാവിലകളെ പ്രോത്സാഹിപ്പിച്ച അവധി ദിനങ്ങളും വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ കുട്ടിക്കൂട്ടങ്ങളെ ഒരുമിപ്പിച്ച 1000 കളികളും നിറഞ്ഞു നിന്നിരുന്ന ഓർമ്മകളിലെ ആ വേനൽക്കാലം. കല്ലും മുള്ളും തൊട്ടറിഞ്ഞ മധുരമാം ബാല്യകാലം. ഇത്രയേറെ ഓർമ്മകൾ കൂട്ടിവെക്കാൻ ഇനിയുള്ള കുരുന്നുകൾക്കാവുമോ എന്നറിയില്ല. ഇത്രയേറെ ഓർമ്മകൾ തരാൻ ഇന്നത്തെ വസ്തുക്കൾക്കുമാവുമോ എന്നറിയില്ല. എങ്കിലും ഇപ്പോഴും ആരുടെയൊക്കെയോ തുരുമ്പ് പെട്ടിക്കുള്ളിൽ ആ മനോഹരമായ കുട്ടിക്കാലത്തെ പൂട്ടിവെച്ചിട്ടുണ്ട്. ഇനിയും എത്ര കാലം കഴിഞ്ഞാലും ആ പ്രഭാവം അതവിടെ വസിക്കും.